ദൈവനാമത്തപ്പെടട്ടെ. എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18:19 ഇങ്ങനെ വായിക്കുന്നു: ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും. കൂട്ടപ്രാർത്ഥനയുടെ പ്രാധാന്യതയാണ് ഈ വചനം ചൂണ്ടിക്കാണിക്കുന്നത്. 2 അല്ലെങ്കിൽ അതിലധികമോ വ്യക്തികൾ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് ഉത്തരം തരുന്നു. ഉത്തരം സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്നു. പക്ഷേ അതിനകത്തൊരു ക്ലോസ് ഉണ്ട്. ക്രിസ്തുവേശുവിൽ നമ്മൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കണം. ഐക്യതയോടുകൂടി പ്രാർത്ഥിക്കണം. ഐക്യതയില്ലാതെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് വൃഥാവാ. അതിനൊരു ഉത്തരവും ലഭിക്കത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം നിങ്ങൾക്കുണ്ടോ? പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പ് നിങ്ങൾക്കുണ്ടോ? ഐക്യതയോടെ ചേർന്നിരുന്നാട്ടെ. ഐക്യതയോടെ ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ, ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ, ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അതിനകത്ത് ഉത്തരം കണ്ടിരിക്കും. സ്വർഗത്തിലെ യേശുപ്പൻ അതിനകത്ത് ഒരു ഉത്തരത്തെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ അയച്ചിരിക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഐക്യതയോടെ കൂട്ടമായി പ്രാർത്ഥിച്ചാട്ടെ. കുടുംബങ്ങൾ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബ പ്രാർത്ഥനയിൽ ഐക്യതയോടുകൂടി പ്രാർത്ഥിച്ചാട്ടെ. സെൽഫ് പ്രയറിൽ ചേർന്നിരുന്ന് ഐക്യതയോടെ പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ, സ്തോത്രം. നിങ്ങളുടെ ഐക്യമത്യപ്പെട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അതെ, നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഐക്യതയോടെ പ്രാർത്ഥിച്ചാട്ടെ. രോഗമുള്ളവർ കേട്ടാട്ടെ, ഐക്യതയോടുകൂടി പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ കുടുംബമായി ചേർന്നിരുന്ന് ഐക്യതയോടുകൂടി പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ ആ സെൽഫ് പ്രയർ ഗ്രൂപ്പുമായി ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകലിൽ ആമേൻ, സ്തോത്രം, വിശ്വസിച്ചാട്ടെ. ഇന്ന് പകലിൽ നിങ്ങൾ അത്ഭുതം കാണുവാൻ പോകുന്നു. അതെ, ഇന്ന് പരിശുദ്ധാത്മാവ് തൻ്റെ സാന്നിധ്യത്താൽ നിങ്ങളെ നിറയ്ക്കുവാൻ പോകുന്നു. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയമായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, ഭാരമായിക്കോട്ടെ, കടഭാരമായിക്കോട്ടെ, എന്ത് തന്നെ വിഷയമായിരുന്നാലും ഐക്യതയോടെ ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഐക്യതയോടുള്ള പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. മലകളെ നീക്കുവാനുള്ള ശക്തിയുണ്ട്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ജനം അഭിമുഖീകരിക്കുന്ന വിഷയം എന്തു തന്നെയായിരുന്നാലും ഇന്ന് പകലിൽ ഐക്യതയോടുകൂടി പ്രാർത്ഥിപ്പാൻ സ്വർഗ്ഗം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യതയെ കർത്താവെ ഞങ്ങൾ തിരിച്ചറിയുന്നു. സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ ഇവർ അഭിമുഖീകരിക്കുന്ന സകല വിഷയത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം ദയതോന്നി ഇവരെ പുറത്തു കൊണ്ടുവരണമെന്ന് സ്വർഗത്തോട് പ്രാർത്ഥിച്ച് യാചിക്കുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥനയ്ക്ക് നന്ദി. സകലമാനവമത്വം കർത്താവിന്. ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങൾ അനേവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.